ഇന്ന് ഏകദേശം 4:30 ആയപ്പോൾ എണീറ്റു കേട്ടോ. നേരത്തെ എണീറ്റത് ഏട്ടൻ അമ്പലത്തിൽ പോകണ വരുന്നത് അതുകൊണ്ടാട്ടോ. ഏട്ടൻ പോയ ശേഷം ഞാൻ വീണ്ടും കിടന്ന് ഉറങ്ങി. ഉറങ്ങിയ ശേഷം പിന്നെ എണീക്കുന്നത് ഒരു 6:45 ആയപ്പോഴാണ്. ഒന്നാമത് രാവിലെ ഭയങ്കര ഇരുട്ട് പോലെ കേട്ടോ. നേരം നന്നായിട്ട് വെളുത്താൽ മാത്രമേ ആ ഒരു വെളിച്ചം വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം നേരം കിടന്ന് ഉറങ്ങി. അതിന് ശേഷം പിന്നെ എണീറ്റ് കപ്പ എടുത്ത് വേവിക്കാമെന്ന് വിചാരിച്ച് വെച്ചു കേട്ടോ. കപ്പ മുളക് പൊടി ഇട്ടിട്ടാട്ടോ വെക്കുന്നത്. മഞ്ഞ കളറിൽ വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സ്റ്റൂ പോലെ വെക്കില്ലേ. കപ്പ വേവിക്കാൻ വെച്ച ശേഷം പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ ഒന്ന് നടന്നു, ജനലൊക്കെ ഒന്ന് തുറന്ന് പുറത്തേക്കൊക്കെ കുറച്ച് നേരം നടന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ചായ വെച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. ചായ കുടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കറി ശരിയാക്കി കേട്ടോ. കറി ശരിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ പുട്ടിന് പൊടി നനക്കണമായിരുന്നു. പുട്ടിന് പൊടി നനച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ വേവിക്കാൻ വെച്ചു കേട്ടോ. കാരണം ഏട്ടൻ അപ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. ഏട്ടന് വിശക്കണുണ്ടായിരുന്നു, ചായ കൊടുക്കണ്ടേ. അപ്പോൾ പുട്ട് ഇതായിട്ടുണ്ട്. പിന്നെ പപ്പടവും കൂടി അങ്ങ് വറുക്കാൻ വെച്ചു കേട്ടോ. പപ്പടം ഇവിടെ എല്ലാ ദിവസവും നിർബന്ധം കേട്ടോ. കാരണം പുട്ടിൻ്റെ കൂടെ കറി ഉണ്ടെങ്കിൽ ഞങ്ങൾ പപ്പടം ഉപയോഗിക്കാറുണ്ട്. എനിക്കിതുപോലെ നന്നായിട്ട് പോളയുള്ള പപ്പടമാട്ടോ ഇഷ്ടം. നിങ്ങൾക്ക് അങ്ങനെയാണോ? അപ്പോൾ പപ്പടവും വറുത്ത ശേഷം ഞാൻ വേഗം തന്നെ ചായ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഏട്ടനെ. ഇപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഇടാത്തത് എൻ്റെ ഇവിടെ മെഷീനില്ല കേട്ടോ. അതുകൊണ്ടാട്ടോ ഇങ്ങനെ കറി വയ്ക്കുന്നതൊക്കെ ഞാൻ വ്ളോഗായിട്ടൊക്കെ ചെറിയ ഇതിലിടുന്നത്. അപ്പോൾ അടുത്ത ദിവസം തന്നെ വീട്ടിൽ നിന്ന് ഒരു മെഷീൻ എടുത്തുകൊണ്ട് വരണം. എന്നിട്ട് വേണം എനിക്ക് സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഇടാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏട്ടന് വേഗം തന്നെ കാപ്പി കൊടുത്തു. ഏട്ടന് പുറത്തേക്ക് പോകണമായിരുന്നു കേട്ടോ. ഏട്ടൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം പോയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ കുളിക്കുന്നതാട്ടോ ഏട്ടന് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുളിക്കുന്നത്. വേഗം പോയിട്ട് കുളിച്ച ശേഷം ഞാൻ ഈ ഒരു സിറം ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ദിവസമായിട്ട്. ഇത് ഏട്ടന് വേണ്ടി വാങ്ങിയതാണ്. ഏട്ടൻ തന്നെ വാങ്ങിയതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വേഗം തന്നെ ഞാനെടുത്ത് ചായ എടുത്ത് കുടിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.